ഹായ് എവരിവൺ, ഇന്ന് എനിക്ക് നല്ല പൊടിച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. തീരെ കുഞ്ഞാണേ. അപ്പം ഞാനിതിന് നല്ല നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി വെച്ചു കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം നമുക്ക്. അതാ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാനിത് ക്ലീൻ ആക്കി എടുത്തിട്ട്. അതായത് ഇത്രയും ചെറുതാണേ. ഒരു സവോള, ഒരു 10 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുറി നാളികേരം എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നീട് ഒരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവോളയും ഇഞ്ചിയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നന്നായി ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കേട്ടോ. മറ്റേ മുളക് പൊടിയാണെങ്കിൽ ഇത്ര അധികം ഇടണ്ട കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് പച്ചച്ചോയ മാറണ വരെ ഒന്ന് വഴറ്റുക കേട്ടോ. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു തക്കാളി, 1.5 തക്കാളി, ചെറുതായതുകൊണ്ട് ഞാൻ 1.5 എടുത്തേട്ടാ. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. എന്നിട്ട് അത് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ മസാലകളൊക്കെ നന്നായി വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. വാളംപുളി ഉണ്ടാ യൂസ് ചെയ്യണേ. കുടംപുളി വേണമെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാളികേരപ്പാലില്ലേ, അതിൻ്റെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് വേവട്ടെ. ഇപ്പം ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ നീക്കി വെച്ച 1-ാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു തള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി മുകളിലൂടെ തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞൻ ചെമ്മീനാണെങ്കിലും ഇതിൻ്റെ ചാറ് കൂട്ടിയിട്ട് ചോറിനാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ.